എല്ലാവർക്കും ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണ് ഇപ്പോൾ ഞാൻ ചെയ്യുന്നത്. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഫുൾ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കുക. ഒരു ഫേസ്ബുക്കിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരാൾ എഴുതിയ ഒരു ടെക്സ്റ്റ്. ഇൻഷാ അല്ലാഹ് ഞാൻ ഈ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. പേര് ഞാൻ കൊടുക്കുന്നില്ല, വേണ്ട ആളുകൾക്ക് പേഴ്സണലായിട്ട് അയച്ചു തരും. ഇനി ആവശ്യം വന്നാൽ നമുക്ക് പോസ്റ്റ് ചെയ്യുകയും ചെയ്യാം. എന്താണ് അതിലുള്ളത്? മരണ വീടുകളിലെ ശബ്ദ മലിനീകരണം പള്ളി കമ്മിറ്റികൾ നിയന്ത്രിച്ചേ മതിയാകൂ എന്നാണ്. അതിൻ്റെ തുടക്കം കേൾക്കുമ്പോൾ നമുക്കും തോന്നാം ശരിയാണല്ലേ. എന്നാൽ ഒന്നുകൂടി നമുക്ക് വായിച്ചു നോക്കാം. കരച്ചിലിനും സങ്കടങ്ങൾക്കും വെറും മണിക്കൂറുകളുടെ ആയുസ് മാത്രം. അതെ, നമ്മളിൽ നിന്ന് ആരെങ്കിലും വീട്ടിലൊക്കെ മരിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ സാഹചര്യമൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ കുറഞ്ഞ സമയമൊക്കെ ചിലപ്പോൾ കരച്ചിലും സങ്കടങ്ങളൊക്കെ ഉണ്ടാവുകയുള്ളൂ. പിന്നെ പല ആളുകളും പലവിധ സംസാരങ്ങളിലൊക്കെ ഏർപ്പെടുന്ന കാഴ്ചകളൊക്കെ ഇപ്പോൾ കാണുന്നുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ തോന്നും അല്ലേ. എന്നാൽ അടുത്ത് നോക്കിയുള്ളൂ. പിന്നെ അങ്ങോട്ട് ഉച്ചക്കുള്ള നെയ്ച്ചോറിൻ്റെ അരിയുടെ കണക്കും പോത്തോ ചിക്കനോ എന്ന ചർച്ച, വൈകുന്നേരം ചായക്ക് കൂട്ടാൻ ഉന്നക്കായ, മറ്റു കടികൾ. അപ്പോൾ മൂപ്പരെ ഉദ്ദേശം ഇങ്ങനെ മാറുന്നുണ്ടോ എന്നുള്ളൊരു സംശയം ഇല്ലാതല്ല. പിന്നെ ചോറ് വേണ്ടേ, ആളുകൾക്ക് വരുന്ന ആളുകൾക്ക് ചോറ് കൊടുക്കണ്ടേ, വൈകുന്നേരം ചായ കൊടുക്കണ്ടേ. ഇതൊക്കെ ആവശ്യമുള്ളൊരു സംഗതിയാണല്ലോ. എന്തായാലും നമുക്ക് നോക്കാം അടുത്ത്. എന്തിനാണ് പ്രാർത്ഥനകൾ ഇത്രയും ശബ്ദത്തിൽ വേണമെന്ന വാശി? അപ്പം എന്തിനാണ് അള്ളാഹുവിനോട് ഇത്രയും ശബ്ദത്തിൽ, അതായത് മൈക്കൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ ഇത്ര വാശി എന്തിനാണെന്നുള്ളതാണ്. നമുക്കാർക്കും അങ്ങനെ വാശിയൊന്നുമില്ല. ഈ വാശിയുള്ള ആളുകളുണ്ടോ അതറിയില്ല. നോക്കാം നമുക്ക്. വീടിൻ്റെ അയൽവക്കങ്ങളിൽ നിന്ന് നാനാജാതി മനുഷ്യരുണ്ടാവും. അത് ശരിയാണ്. നമ്മളെ വീടിൻ്റെ അയൽപക്കത്ത് ഒരുപാട് ആളുകൾ, നാനാജാതി മനുഷ്യരുണ്ടാവും. അത് മൂപ്പര് പറഞ്ഞത് വളരെ ശരിയാണ്. നമ്മൾ ശ്രദ്ധിക്കണം അല്ലേ. അതേപോലെ ഉറങ്ങുന്നവർ, അത് റെഡിയാണ്. ഉറങ്ങുന്ന ആളുകളുണ്ടാവും, രോഗികളുണ്ടാവും, മറ്റു പലതര അസൗകര്യമുള്ള ആളുകൾ. അതെ, ഇപ്പോൾ ശബ്ദമൊക്കെ ഉണ്ടാകുമ്പോൾ പലതരം അസൗകര്യങ്ങളുള്ള ആളുകളുണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം, നല്ലതാണ്. കുറച്ച് ശബ്ദമൊക്കെ കുറച്ചുകൊണ്ട് ദുആ ചെയ്യുന്നത് പ്രശ്നമൊന്നുമില്ല. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. എന്നാൽ ഇനി അടുത്ത്. എന്നാൽ ചില മരണ വീടുകളിൽ ഈ സൗണ്ട് ബോക്സ് മലിനീകരണം 40 ദിവസം വരെ കാണാം. അപ്പോൾ 40 ദിവസം സൗണ്ട് ഉണ്ടാകുന്നതാണോ പ്രശ്നം? അല്ല ഇനിയിപ്പോൾ 3 ദിവസം സൗണ്ട് ഉണ്ടാകുന്നതാണോ പ്രശ്നം? അല്ല ഇപ്പോൾ സൗണ്ട് ഉണ്ടാകുന്നതാണോ പ്രശ്നം? അല്ല കുറേ ദിവസം സൗണ്ട് ഉണ്ടാക്കുന്നതാണോ പ്രശ്നം? എന്താണാവോ? അത് മറുപടി തരണം കേട്ടോ. അത് വീഡിയോ വിദ്വാൻ കേൾക്കുകയാണെങ്കിൽ നമ്മൾ ആളുകളൊക്കെ ഒന്ന് മനസ്സിലാക്കട്ടെ എന്താണ് പ്രശ്നമെന്നുള്ളത്. പിന്നെ അടുത്തത്, ആ മഹല്ലിലെ ഉസ്താദിൻ്റെ ഒരു എക്സ്ട്രാ ഇൻകം കൂടിയാണ് ഈ പ്രാർത്ഥന പരിപാടി. അപ്പോൾ മഹല്ലിലെ ഉസ്താദിന് എന്തെങ്കിലുമൊക്കെ മരിച്ച വീട്ടിൽ വരുമ്പോൾ ആളുകൾ ഉമ്മാൻ്റെ പേരിൽ ഉപ്പാൻ്റെ പേരിലൊക്കെ നല്ല മനസ്സുള്ള ആളുകൾ എന്താകും, എന്തെങ്കിലുമൊക്കെ ഒന്ന് കൈമടക്കായിട്ട് കൊടുക്കും. അത് വിശ്വാസമുള്ള ആളുകളാട്ടോ. അപ്പോൾ അതൊരു പ്രശ്നമാണ് മൂപ്പർക്ക്. അപ്പോൾ നമുക്ക് എന്താണ്, മൂല്യന്മാർക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടണത് അതൊരു പ്രശ്നം. ഇനി അതാണ് പ്രശ്നം എന്നുണ്ടെങ്കിൽ എന്താക്കണ്ട. ഇനിയിപ്പോൾ മൂല്യന്മാരും വീട്ടിലത്തെ ആളുകൾക്ക് അങ്ങനെ ദുആ ചെയ്ത് പരിപാടി നടത്തുന്ന പ്രശ്നം ഉണ്ടോ എന്താ അറിയില്ല. അപ്പോൾ ഇനി നമുക്ക് നോക്കാം. എന്തായാലും അടുത്ത കാലത്താണ് ഈ സൗണ്ട് ബോക്സിൽ കൂടെ വളരെ ശബ്ദത്തിൽ ഉസ്താദിൻ്റെ പ്രാർത്ഥനയും ക്ഷണിക്കപ്പെട്ടവരുടെ കൂട്ട ആമീൻ പറച്ചിലും. അപ്പോൾ കൂട്ടമായിട്ട് ആമീൻ പറയുന്നത് ഒരു പ്രശ്നമാണ്. പിന്നെ ഈ ഒരു അടുത്ത കാലത്തൊന്നല്ല, ഇതൊക്കെ വളരെ കുറച്ച് മുമ്പ് കാലത്ത് തന്നെ തുടങ്ങിയാണ്. പിന്നെ മൈക്ക ബോക്സ് സംവിധാനങ്ങളൊക്കെ സെറ്റപ്പൊക്കെ കൂടിയപ്പോൾ ഒന്നും കൂടി സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളൂ. അപ്പോൾ കൂട്ടമായിട്ട് ആമീൻ പറയുന്നതൊരു പ്രശ്നമായിട്ട് ഇങ്ങനെ തോന്നുന്നുണ്ട് അല്ലേ. അതായിരിക്കും ചിലപ്പോൾ കൂട്ടാമീൻ പറയുന്നത് ചിലപ്പോൾ ഒരു പ്രശ്നമായിട്ട് മൂപ്പർക്ക് തോന്നുന്നുണ്ട്. നോക്കാം നമുക്ക്. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഇപ്പോൾ തുടക്കത്തിൽ നിന്ന് ഞാൻ പറഞ്ഞു വരുന്നുണ്ട്. മൂപ്പര് പറഞ്ഞ് അവസാനം ഇവിടേക്ക് എത്തണ നിങ്ങൾ നോക്കിക്കോളിട്ടോ. അപ്പോൾ മൂപ്പര് പറഞ്ഞത് പിന്നെ അതാണ്, അല്ലേലും പടച്ചവന് പതുക്കെ പ്രാർത്ഥിച്ചാൽ കേൾക്കുന്ന ഇല്ലെന്നുണ്ടോ? അത് ശരിയാണ്. പടച്ചവനോട് പതുക്കെ പറഞ്ഞാൽ പോരെ, എന്തിനാണ് ഇപ്പോൾ മൈക്കൊക്കെ എടുത്ത്? അത് ശരിയാണ്. പടച്ചവനോട് പതുക്കെ പറഞ്ഞാലും ഇനി ഒരു റൂമിൻ്റെ ഉള്ളിലിരുന്ന് ആരും കേൾക്കാതെ പറഞ്ഞാലും എങ്ങനെ പറഞ്ഞാലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നമുക്ക് അതിന് കുഴപ്പമൊന്നുമില്ല. നമ്മൾ പടച്ചവനോട് പതുക്കെ പറയുന്നുണ്ട്, പിന്നെ നമ്മൾ കൂട്ടമായിട്ടും പറയുന്നുണ്ട്, എല്ലാം നമ്മൾ പറയുന്നുണ്ടല്ലോ അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ അടുത്ത്, ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന പുണ്യങ്ങളാണ് പടച്ചവൻ്റെ കിതാബിൽ
ഉണ്ടാവുക. അല്ലാതെ നമ്മൾ മരിച്ച ശേഷം ആളുകൾ മൂക്കറ്റം നെയ്ച്ചോറും പോത്തും തിന്ന് കുറേ ആമീൻ പറഞ്ഞതുകൊണ്ട് നമുക്ക് മരണശേഷം ഒരു പിണ്ണാക്കും കിട്ടാൻ പോകുന്നില്ല. ഇതൊക്കെ ചിലരുടെ വയറ്റുപഴപ്പ് മാത്രമാണ്. അപ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ അവിടെ എന്തെങ്കിലും സുഖം ഉണ്ടാവുന്ന അപ്പോൾ മൂപ്പര് പറയണ പ്രിയപ്പെട്ടവരെ, പറഞ്ഞ് അവസാനം മൂപ്പര് എത്തിയത് എവിടെയാണ് നിങ്ങൾ കണ്ടോ? മരിച്ചുപോയ ആളുകൾക്ക് ജീവിച്ചിരിക്കുന്ന ആളുകൾ ഒരു പുണ്യകർമ്മം ചെയ്തിട്ട് കാര്യമില്ല എന്നുള്ളതാണ്. അപ്പോൾ മൂപ്പര് ഈ പറഞ്ഞ അടിസ്ഥാനത്തിൽ എഴുതിയ ഈ ടെക്സ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ ഓരൊരിക്കലും മയ്യത്ത് നിസ്കരിക്കാൻ പാടില്ല. കാരണം നമ്മൾ മയ്യത്ത് നിസ്കരിച്ച് മരിച്ച് മരണപ്പെട്ടു പോയ ആളുകൾ പേരിൽ നമ്മൾ മയ്യത്ത് നിസ്കരിച്ചിട്ട് എന്താ കാര്യം? അപ്പോൾ ഈ പറയുന്ന ആളുകൾ തന്നെ എന്താക്കാണ്, മരണപ്പെട്ടു പോയ ആളുകൾ പേരിൽ മയ്യത്ത് നിസ്കരിക്കുക. പിന്നെ വേറെ പല ആളുകളും പലതും പറഞ്ഞതൊക്കെ ഉണ്ട്. ഖുർആൻ ഓതുന്നതിന് പകരം മാതൃഭൂമി പത്രം വായിച്ചാൽ മതി, പിന്നെ അങ്ങനെ പല ആൾക്കാരും പലതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും ഇപ്പോൾ നമ്മൾ നോക്കണ്ട. അപ്പോൾ ഇദ്ദേഹം എഴുതി തുടക്കത്തിൽ ഇദ്ദേഹം ശബ്ദത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് അവസാനം ഇയാളങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അതുകൊണ്ടൊന്നും കാര്യമില്ല എന്നുള്ളത്. അപ്പോൾ നമ്മളുടെ ഈമാനെ നമ്മൾ സൂക്ഷിക്കുക. നമ്മളുടെ ഈമാനെ കവർന്നെടുക്കുന്ന ഒരുപാട് ആളുകൾ ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെയും അല്ലാതെയും നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അപ്പോൾ മുഅ്മിനീങ്ങളായ ആളുകളോടെയാണ് ഞാൻ സംസാരിക്കുന്നത്, പറയുന്നത്. നമ്മളുടെ ഈമാൻ നഷ്ടപ്പെടുന്നത് നമ്മൾ സൂക്ഷിക്കണം. എന്തെങ്കിലും വിഷയങ്ങളിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അതിൻ്റെ കിതാബ് അടിസ്ഥാനത്തിലും ഹദീസ് അടിസ്ഥാനത്തിലും ഖുർആൻ അടിസ്ഥാനത്തിലൊക്കെ തെളിവുകൾ നമ്മൾ ചോദിച്ചുകൊണ്ട് ഉസ്താദുമാരോടും അല്ലാത്തവരോടൊക്കെ അറിവുള്ളവരോടൊക്കെ ചോദിച്ചുകൊണ്ട് മനസ്സിലാക്കി പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇൻഷാ അല്ലാഹ് ദുആ വസിയത്തോടെ.